പ്രിയപ്പെട്ടവർ, ഇവിടെ വലിയൊരു തേനീച്ചക്കൂടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് അത് തേനെടുക്കുന്ന ആൾക്കാരെ കയറി അതിൻ്റെ മുഴുവൻ തേനും എടുത്തു. ഒരുപാട് തേനുണ്ടായിരുന്നു. എല്ലാം കിലോ 400 രൂപ വെച്ച് വിറ്റു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ആ തേനീച്ചകൾ അവർ സമ്പാദിച്ച മുഴുവൻ തേനുകളും വേറെ ആൾക്കാർ എടുത്തിട്ട് പോയി. എന്നിട്ട് അവരത് ഈ കൂട് ഉപേക്ഷിച്ച് പോയി. അവരാരും ആത്മഹത്യ ചെയ്തില്ല. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും അവരത് അവർ പുതിയ ഇടം തേടി അവർ പോയിരിക്കുകയാണ്. ഈ തേനീച്ചക്കൂടെ നമ്മൾ കാണുന്നു. ഇവിടെ ഒരുപാട് തേനീച്ചകൾ, ആയിരക്കണക്കിന് തേനീച്ചകളുടെ വലിയ കൂടായിരുന്നു. ഇത് ജിപ്മറിൻ്റെ, ഞാനും എന്ന സ്ഥലത്ത് ജിപ്മറിൻ്റെ ഹോസ്പിറ്റലിലെ ഏറ്റവും മുകളിലെ ഒരു ആ ഫ്ലോറിലുള്ള അതിൻ്റെ അടിത്തട്ടിലാണ് ഇത് കൂട് കൂട്ടിയിരുന്നത്. വലിയ ഫ്ലോർ, വലിയ ബിൽഡിങ്ങാണ്. അതിൻ്റെ മുകളിൽ ആൾക്കാർ കയറിയെടുത്തു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, മനുഷ്യരാണെങ്കിൽ അവരുടെ സ്വത്തുക്കളൊക്കെ, സമ്പത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്ന് വിട്ടുപോയി പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ പ്രേമിച്ച ആൾ ചതിച്ചു പറഞ്ഞിട്ടോ ആത്മഹത്യക്കും ആൾക്കാർ. ഈ തേനീച്ചകളൊരു വലിയ ഗുണപാഠം നമുക്ക് നൽകുന്നത് ഇല്ലേ? അവരൊന്നും ആത്മഹത്യക്ക് ഒന്നിനൊന്നുമില്ല. അവർക്കിത് സ്വർണ്ണഖനിയാണ് ഈ ഭൂമി. അവർക്കിവിടെ ഇനിയും കോടിക്കണക്കിന്, 10,000 കോടി പൂക്കളുണ്ട്, അതിൽ തേനുണ്ട്. അതെടുക്കാൻ അവരത് വേറെ സ്ഥലത്ത് വേറെ കൂട് കൂട്ടി ഇപ്പോൾ താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അവർക്ക് ഇതിൻ്റെ 100 ഇരട്ടി തേന് അവർക്ക് ഇവിടെ കിട്ടും. ഭൂമിയും അതേപോലെ തന്നെയാണ്. എല്ലാ മനുഷ്യർക്കുള്ള സമ്പത്തും എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. എന്തെങ്കിലും നഷ്ടപ്പെട്ടു വേണ്ടിയിട്ട് ആരും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. എന്തായാലും എൻ്റെ വേറെവർ ഐ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.